നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ കാത്തിരുന്ന് കോൺഗ്രസിന്റെ ആ പട്ടിക ഇങ്ങെത്തി. പട്ടികയിൽ നിരവധി ആളുകളുടെ പേരുകൾ ഉണ്ടെങ്കിലും 55 പേരുടെ അല്ലെങ്കിൽ 55 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെയും പല പേരുകളും പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സമയത്തിനാണ് പലതും ചെയ്യാനുള്ള സമയത്തിനാണ് പലതും അന്വേഷിക്കുക എന്നത് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിന്റെ കാര്യം. തൊട്ട് മുൻപ് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം തന്നെ 24 മണിക്കൂറിനകത്ത് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്ന് കോൺഗ്രസ് അറിഞ്ഞതാണ്. അപ്പോൾ വരാൻ പോകുന്ന ഈ വലിയ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരുമോ? കാരണം ഇത്രയും വൈകി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇവർ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമൊക്കെ നടന്നു കഴിഞ്ഞു. വളരെ നല്ല കാര്യം. പലരും ഇപ്പോഴും പറയുന്നത് ഇത്രയും നല്ല ചാൻസ് കോൺഗ്രസിന്റെ ഇത്രയും കാലത്തിനിടയിൽ വെച്ച് ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടുന്ന വേറെ ഒരു വർഷം ഉണ്ടായിട്ടില്ല. എന്നിട്ടും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പലയിടത്തും പലർക്കും ഖേദം തോന്നുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എടുത്തു പറയേണ്ടത് പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തെയാണ്. BJP എപ്പോഴും അവരുടെ A ക്ലാസ് മണ്ഡലമായി കാണുന്ന ഒന്നാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട്, നേമം, തൃശ്ശൂർ ഇവയെല്ലാം തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായി BJP കാണുന്ന ഒന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാലക്കാട് എന്ന് പറയുന്നത്. മുമ്പ് ഷാഫി പറമ്പിൽ നിന്നപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വിജയിച്ചു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം വന്നപ്പോൾ മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായി. ഇപ്പോൾ ഇതാ രമേശ് പിഷാരടിയാണ് അവിടേക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സ്ഥിരീകരിച്ച റിപ്പോർട്ട് വരുന്നു. പിന്നാലെ തന്നെ രമേശ് പിഷാരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ജയൻ കില്ലറിനെയാണ് ഇപ്പുറത്തെ BJP നിർത്തിയിരിക്കുന്നത്. ഈ രമേശ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ച് കാണുകയല്ല. രാഷ്ട്രീയപരമായി അത്രയും ശക്തമായിട്ടുള്ള ഒരു പാലക്കാട് പോലെയുള്ള മണ്ഡലത്തിൽ രമേശ് പിഷാരടിയേക്കാൾ കൂടുതലും വിജയ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നിർത്താമായിരുന്നോ എന്നാണ് ചോദ്യം. അതായത് ഇതിന് മുൻപ് നിന്ന ഷാഫി പറമ്പലിന്റെയും രാഹുലിന്റെയും വിജയം അപ്പോൾ ഒരു പ്രാധാന്യത്തോടു കൂടി കാണുന്നില്ല എന്ന് നമുക്ക് തോന്നേണ്ടി വരുമോ? അപ്പോൾ ഇത്രയും നാളും പാർട്ടിക്ക് വേണ്ടി പാർട്ടി പ്രവർത്തനം നടത്തിയ, ജനപ്രവർത്തനങ്ങൾ നടത്തിയ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അവർ നിന്ന് ജയിക്കേണ്ട സ്ഥാനത്ത് പെട്ടെന്ന് വന്ന ഈ പറയുന്ന പോലെ സിനിമകളിലും സീരിയലുകളിലും കോമഡി താരങ്ങളായും ഒക്കെ തന്നെ രാഷ്ട്രീയ നിലപാടുണ്ട് രമേശ് പിഷാരടിക്ക്. നമുക്കറിയാം, പല വേദികളിലും അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോഴൊക്കെ തന്നെ വളരെ കയ്യടി ലഭിക്കാറുമുണ്ട്. മുമ്പ് ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചപ്പോഴും ഇതിന് മുൻപ് കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുമ്പോഴും രമേശ് ചെന്നിത്തല പ്രചരണത്തിനൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നീണ്ട ദിവസങ്ങൾക്കുള്ള കാത്തിരിപ്പിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആകെയുള്ള 92 സീറ്റുകളിൽ 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തർക്ക മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് ആദ്യ പട്ടിക പ്രഖ്യാപിക്കുകയായിരുന്നു. ആറന്മുളയിലും ചെങ്ങന്നൂരിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. കോന്നിയും കണ്ണൂരും ആദ്യ പട്ടികയിലേ ഇല്ല. അതുകൊണ്ട് MP മാർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. കോൺഗ്രസിന്റെ പട്ടിക: K മുരളീധരൻ വട്ടിയൂർക്കാവ്, VT ബൽറാം തൃത്താല, TN പ്രതാപൻ മണലൂർ, VP സജീന്ദ്രൻ കുന്നത്തുനാട്, ബിന്ദു കൃഷ്ണ കൊല്ലം, K പ്രവീൺകുമാർ കൊയിലാണ്ടി, OJ ജനീഷ് കൊടുങ്ങല്ലൂർ, KC സുബ്രഹ്മണ്യൻ തരൂർ, KP നൌഷാദ് അലി പൊന്നാനി, സുമേഷ് അച്യുതൻ ചിറ്റൂർ, ആയിഷ പോറ്റി കൊട്ടാരക്കര, IC ബാലകൃഷ്ണൻ ബത്തേരി, KM അഭിജിത്ത് നാദാപുരം, K ജയന്ത് കോഴിക്കോട്, സണ്ണി ജോസഫ് പേരാവൂർ, സജീഷ് ജോസഫ് ഇരിക്കൂർ, IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരി, T സിദ്ദീഖ് കൽപ്പറ്റ, AP അനിൽകുമാർ വണ്ടൂർ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ, സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി, റോജി M ജോൺ അങ്കമാലി, അൻവർ സാദത്ത് ആലുവ, VD സതീശൻ പറവൂർ, TJ വിനോദ എറണാകുളം, ഉമാ തോമസ് തൃക്കാക്കര, മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം, ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി. അവിടെയായിരുന്നു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചർച്ച. ഇന്ന് രാവിലെ മുഴുവനൊക്കെ തന്നെ മറിയ ഉമ്മൻ മത്സരിക്കുമോ എന്നൊരു ചർച്ച നടന്നിരുന്നു. എന്നാൽ ചാണ്ടി ഉമ്മൻ തന്നെയാണ് പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. രമേശ് ചെന്നിത്തല ഹരിപ്പാട്, CR മഹേഷ് കരുനാഗപ്പള്ളി, PC വിഷ്ണുനാഥ് കുണ്ടറ, M വിൻസെന്റ് കോവളം, VP സജീന്ദ്രൻ കുന്നത്തുനാട്, ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം, വിദ്യാബാലകൃഷ്ണൻ എലത്തൂർ, രമേശ് പിഷാരടി പാലക്കാട്, രമ്യ ഹരിദാസ് ചിറയൻകീഴ, അബ്ദുൾ റഷീദ് ധർമ്മടം, KP സാജു തലശ്ശേരി, ഉഷ വിജയൻ മാനന്തവാടി, VT സുരേഷ് ബാലുശ്ശേരി, VS ജോയ് തവനൂർ, നൌഷാദ് അലി പൊന്നാനി, KA തുളസി കോങ്ങാട്, A സുരേഷ് മലമ്പുഴ, സുമേഷ് അച്യുതൻ ചിറ്റൂർ, T തങ്കപ്പൻ നെന്മാറ, KN ഫെബിൻ ആലത്തൂർ, ഷാജി K കൊടൻകണ്ടത്ത് ഓലൂർ, രാജൻ J പല്ലൻ തൃശൂർ, സുനിൽ ലാലൂർ നാട്ടിക,
TM നാസർ കൈപ്പമംഗലം, KM ബാബുരാജ് പുതുക്കാട്, K ബിനുമോൾ വൈക്കം, ഷാനിമോൾ ഉസ്മാൻ അരൂർ, KR രാജേന്ദ്ര പ്രസാദ് ചേർത്തല, മുത്താര രാജ് മാവേലിക്കര, സൂരജ് രവി ചാത്തന്നൂർ, രമ്യ ഹരിദാസ് ചിറയൻകീഴ് എന്നിങ്ങനെയാണ് പോകുന്നത്. രമ്യ ഹരിദാസിനെ നേരത്തെ പറഞ്ഞ പേരാണ്. എന്തായാലും MP മാർ മത്സരിക്കുമോ എന്ന ചോദ്യമുണ്ട്. MP മാർ മത്സരിക്കേണ്ട എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം K സുധാകരൻ ഉൾപ്പെടെയുള്ള MP മാരെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എന്തു വന്നാലും കണ്ണൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന നിലപാടിലായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി അദ്ദേഹം ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി പാർട്ടി ഉന്നതരുമായും കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സുധാകരനുമായി സംസാരിച്ചിരുന്നു. തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണമെന്ന് സുധാകരൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഡൽഹിയിൽ വെച്ച് രമേശ് ചെന്നിത്തല സുധാകരനെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അടൂർ പ്രകാശ് MP നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച സംസ്ഥാന സർക്കാരിൽ നിന്ന് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയിരുന്നു. ഇതിനിടെ KPCC അധ്യക്ഷന് ചുമതല കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമാണ്. പേരാവൂർ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാഹചര്യത്തിൽ സണ്ണി ജോസഫിന് ഒരേ സമയം KPCC അധ്യക്ഷ പദവി വഹിക്കുന്നത് പ്രയാസമാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രമേശ് പിഷാരടിയുടെ നമുക്കൊരു പോസ്റ്റ് നമുക്ക് നോക്കാം. അല്പസമയം മുൻപാണ് രമേശ് പിഷാരടി ജനവിധി തേടി ജന്മനാട്ടിലേക്ക്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 25 വർഷത്തിലധികമായി വേദികളിലൂടെയും ടെലിവിഷൻ, സിനിമ, മറ്റു മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് മുന്നിലെത്തിയ ആളാണ് ഞാൻ. ഇക്കാലം അത്രയും ചിന്തയും ചിരിയും ഏറ്റവും സ്വാഭാവികം മാന്യവുമായി പങ്കുവയ്ക്കാൻ എന്ന് വിശ്വസിക്കുന്നു. ഇനി മുതൽ ഒരു ഉത്തരവാദിത്വവുമായി ജന്മനാടായ പാലക്കാടിന്റെ മണ്ണിലേക്ക് നിയമസഭാ സ്ഥാനാർത്ഥിയായി. സ്വതന്ത്ര സമരം മുതൽ ഇന്ത്യ എന്ന മഹാരാജ്യം, മതേതര രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഒറ്റയ്ക്ക് നിലകൊണ്ട് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിനൊപ്പം അരനൂറ്റാണ്ടിലധികം കാലം കൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് അടയാളപ്പെടുത്തപ്പെട്ട കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുക. അഭിമാനം, സന്തോഷം. ഇനി പാലക്കാടുള്ള ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും തന്നെയാണ് എന്റെ പ്രഥമ പരിഗണന. ഞാൻ അവതരിപ്പിക്കുന്ന കലാപരിപാടികളിൽ നിന്നും അർദ്ധവിരാമം. കക്ഷി രാഷ്ട്രീയത്തിന്റെയോ വിശ്വാസങ്ങളുടെയോ ദേശത്തിന്റെയോ വേർതിരിവോ വേലികളും ഇല്ലാത്ത സ്നേഹമാണ് ഞാൻ നിങ്ങളിൽ നിന്നും അനുഭവിച്ചത്. എനിക്ക് തന്ന സ്നേഹം തിരികെ തരാൻ കഴിഞ്ഞ പ്രയത്നം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ഒപ്പം നിങ്ങൾ ഉണ്ടെന്ന വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടെ രമേശ് പിഷാരടി എന്നാണ് പറയുന്നത്. എന്തായാലും രമേശ് പിഷാരടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്റെ ചേട്ട അരങ്ങിലെ പരിപാടി നടന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അഭിവാദ്യങ്ങൾ. ധർമ്മജൻ ബോൾഗാട്ടിയോട് അനുഭവങ്ങൾ ചോദിക്കാമായിരുന്നു, എന്നിട്ട് മതിയായിരുന്നു കളത്തിലിറങ്ങുന്നത്. സ്റ്റേജ് പ്രോഗ്രാം വിടണ്ട ആവശ്യം വരും എന്നാണ് പറയുന്നത് ചിലര്. ചെന്നിടത്തൊക്കെ തോൽവിയാണല്ലോ ചരിത്രം. ഓൾ ദ ബെസ്റ്റ് ഡിയർ, വിജയം ഉറപ്പ് എന്ന് പറയുന്നവരുണ്ട്. ഇനി മമ്മൂക്ക എന്ത് ചെയ്യും മല്ലയ്യ, പാലക്കാടുകാർക്കൊപ്പം താങ്കൾ പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. മത്സരിക്കുക എന്നുള്ളത് മത്സരവും ഒരു രാഷ്ട്രീയമാണ്. ഇക്കണ്ട കാലം മുഴുവൻ സിനിമയും മറ്റുള്ള രസികൻ പരിപാടികൾക്കും ജനങ്ങൾ തന്നിട്ടുള്ള പിന്തുണ, സ്വീകാര്യതയും രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കരുത്. ഇന്നു മുതൽ താങ്കൾ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ ആളായി മാത്രം മാറുക. അതുകൊണ്ട് തന്നെ സ്നേഹിച്ചവരിൽ നിന്നും സപ്പോർട്ട് ചെയ്തവരിൽ നിന്നും ഒക്കെ എതിർകക്ഷി എന്ന നിലയിലുള്ള പ്രചരണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. രാഷ്ട്രീയം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പിന്നെ മേൽപ്പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റയ്ക്ക് നിന്ന പാർട്ടി ഇന്ത്യയിലായിരുന്നുവെങ്കിൽ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുകൂടി ബോധ്യമുണ്ടാവണം. മാത്രമല്ല, അതേ പാർട്ടി തന്നെയാണ് ഒറ്റയ്ക്ക് നിന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അതേ പാർട്ടി തന്നെയാണ് ഇന്ത്യയെ മതതീവ്രവാദികളുടെ കാൽക്കൽ വെച്ചിട്ട് പണത്തിനു വേണ്ടി ഒറ്റുകൊടുത്തതും ജനാധിപത്യം കുഴിച്ചു മൂടാൻ ശ്രമിച്ചതും. ഒറ്റയ്ക്ക് നിന്ന പാർട്ടിയുടെ അധികാരമോഹവും കഴിവില്ലായ്മയും വർഗീയവാദികളുടെ കയ്യിൽ രാജ്യത്ത് നൽകി അതിപ്പോൾ ജനാധിപത്യത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച കോർപ്പറേറ്റ് സമൂഹത്തിന്റെയും ആശയത്തിന്റെയും അധികാരത്തിന്റെയും ആകെത്തുകയായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു എന്ന ബോധ്യവും കൂടി താങ്കൾക്കുണ്ടാവണം. താങ്കളെ പോലെയുള്ള ആളുകൾ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പക്ഷേ താങ്കൾ വിജയിച്ചാലും താങ്കളുടെ പുറകെ ചാക്കിൽ നോട്ടുകെട്ടുമായ വർഗീയവാദികളും സംഘപരിവാര രാഷ്ട്രീയവും ഉണ്ടാവും. ഒരു പക്ഷേ അവരുടെ കൂടാരത്തിലേക്ക് താങ്കൾ ചേക്കേറില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരു ഉറപ്പുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും RSSന്റെ കൂടാരത്തിൽ ഇപ്പോൾ സുഖനിദ്രയിലാണ്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകനടക്കം, മുഖ്യമന്ത്രി കരുണാകരൻ അവരുടെ മകളടക്കം. അതുകൊണ്ട് രാഷ്ട്രീയ തുടക്കം തീർത്തും താങ്കളുടെ വ്യക്തിപരമാണ്. ഇതുവരെയുള്ള എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് ഇനി താങ്കൾക്ക് ഉണ്ടാവില്ല എന്നതും യാഥാർത്ഥ്യം.